പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിനായി കടന്നു വന്നിരിക്കുകയാണ്. അവൾ പറഞ്ഞൊരു വിഷയം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിനെയാണോ ലവ് ജിഹാദ് എന്ന് പറയുന്നത്? ഈ പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. അവൾ സഭയിലെ ഒരു പ്രമുഖനായ വ്യക്തിയുടെ മകളാണ്. അവൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ ഒരു മുസ്ലിം ചെക്കനുമായി പ്രണയമുണ്ടാകുന്നു. ഒരുപക്ഷെ സ്വാഭാവികം. എന്നാൽ അവൻ അവളെ പല തവണ ശാരീരികമായ ബന്ധത്തിലേക്ക് കൊണ്ടുചെല്ലുന്നു. അവൾ അവനെ വിശ്വസിക്കുന്നു. പക്ഷേ അവയെല്ലാം അവൻ അവൻ്റെ മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നു. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവൻ അവളോട് മതം മാറാൻ ആവശ്യപ്പെടുന്നു. അവിടം വരെ എത്തിയപ്പോൾ അവൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായതുകൊണ്ട്, യേശു ക്രിസ്തുവിന് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയായതുകൊണ്ട് അവൾ അതിനോട് നോ പറയുകയാണ്. പക്ഷെ അവൻ പറയുകയാണ്, അവൻ്റെ മതത്തിലേക്ക് പ്രവേശിക്കാതെ അവളെ സ്വീകരിക്കുവാൻ സാധ്യമല്ല, അതുകൊണ്ട് അവൾ മതം മാറിയേ തീരൂ എന്ന് ശാഠ്യം പിടിക്കുന്നു. മാത്രമല്ല, അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വീഡിയോ വെച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആരംഭിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവൾ കൗൺസിലിങ്ങിനായി കടന്നു വരുന്നത്. അവൾ ധ്യാനത്തിൽ പ്രവേശിച്ചു. ധ്യാനത്തിൽ താൻ ചെയ്തു പോയത് പാപമാണെന്നുള്ള വ്യക്തമായ ബോധ്യം ലഭിച്ചു. അവൾ ഹൃദയം തുറന്ന് മനസ്തപിച്ചു, കുമ്പസാരിച്ചു. അവൾ ഒരു തീരുമാനമെടുത്തു, ഇനിയൊരു ബന്ധത്തിലേക്ക് പോവുകയില്ലെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ വർഷം ഒന്ന് കഴിഞ്ഞു. വീണ്ടും അവൾ എൻ്റെ അടുക്കിലേക്ക് കൗൺസിലിങ്ങിന് വന്നിരുന്നു. പൂർണ്ണമായും അവനെ ഉപേക്ഷിച്ചതിന് ശേഷം അവൻ വീണ്ടും അവളെടുത്ത് പ്രഷർ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അവൻ പറഞ്ഞു, നീ എങ്ങനെയും വീഡിയോ ലീക്കാക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ നിനക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തി. അങ്ങനെ അവൾ പൂർണ്ണമായും അതിൽ നിന്നും മാറി. അവളുടെ കൂട്ടുകാരികൾ അവളോട് പറഞ്ഞു, നീ അവളെ തേച്ചൂലേ, നീ അവനെ തേച്ചൂലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. പക്ഷെ അവൾ കുലുങ്ങാൻ പോയില്ല. അവൾ വീണ്ടും തന്നെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കുറച്ച് നാൾക്ക് ശേഷം താൻ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനത്തിന് കടന്നു വന്നിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, അതും വിശ്വാസമുള്ള ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അവരെ വിവിധ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ്. ഇത് ലവ് ജിഹാദാണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ആവുകയോ ആകാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇപ്രകാരം ഉള്ള ചതിക്കുഴികളിലേക്ക് നമ്മുടെ കുട്ടികൾ വീണു പോകുന്നുണ്ടെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. സഹോദരിമാരോട് ഞാനൊന്ന് പറയട്ടെ, എന്തിനാണ് വിവാഹം എന്ന കുദാശയ്ക്ക് മുമ്പ് നമ്മുടെ ശരീരത്തെ മറ്റുള്ളവർക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം എന്തിനാണ് ചെയ്യുന്നത്? അത് പാപമാണ്. വിവാഹപൂർവ്വ ബന്ധം എന്ന് പറയുന്നത് മാരക പാപമാണെന്നുള്ള വസ്തുത നമ്മുടെ യുവതലമുറ ഇപ്പോൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ ക്രൈസ്തവ സമൂഹം കേരള സമൂഹത്തിൽ കൊടുത്തിരിക്കുന്ന വലിയൊരു ബോധ്യമാണ് വിവാഹപൂർവ്വ ബന്ധം പാപമാണെന്നുള്ള വസ്തുത. ക്രിസ്ത്യാനികൾ ഉള്ളിടത്ത് നമ്മുടെ കുട്ടികൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നത് പാപമാണ്, വ്യഭിചാരം പാപമാണ്, 6-ാം പ്രമാണത്തിന്റെ ലംഘനമാണ് എന്നുള്ള വസ്തുത. പക്ഷേ മരുന്ന് കഴിച്ചാൽ അബോർഷനാക്കാമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മറ്റു പല മാർഗങ്ങളും ഉണ്ടല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് യുവാക്കൾ നിർലജ്ജം ശരീരങ്ങൾ പരസ്പരം കൈമാറാൻ തയ്യാറാകുന്നു എന്നുള്ളൊരു സമൂഹത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. ഇത് വലിയ അപകടമാണ്. ഒരിക്കൽ ഒരു ശുശ്രൂഷകന്റെ മകൻ എന്നോട് ചോദിക്കുകയാണ്. ഒരു ശുശ്രൂഷകന്റെ മകൻ എന്ന് പറയാൻ കാരണം, അവനെ വിശ്വാസം കിട്ടാത്ത കുറവില്ല, അവനെ വേദപാഠം ലഭിക്കാത്ത കുറവില്ല, അവന്റെ കുടുംബത്തിന് യാതൊരുവിധ വിശ്വാസത്തിന് ക്ഷയമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അവൻ പറയുകയാണ്, അവനോട് ചോദിക്കുകയാണ്, ബ്രദർ കോളേജിൽ പഠിച്ചിട്ടില്ലേ? കോളേജിലുള്ള എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെയല്ലേ?
ബ്രദറും കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവില്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതൊക്കെ സ്വാഭാവികമാണെന്നതുപോലെയാണ് അവൻ്റെ സംസാരം. അവൻ പഠിച്ചത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ്. അവൻ്റെ വിചാരം കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഇതുപോലെ പാപം ചെയ്തിട്ടാണെന്നാണ്. ആ ഒരു കേരളത്തിന് പുറത്തുള്ള ട്രെൻഡ് നമ്മുടെ സമൂഹത്തിലേക്ക് മെല്ലെ മെല്ലെ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിന് ആരുടെ മുമ്പിൽ വേണമെങ്കിലും തുറന്നു കൊടുക്കുവാൻ തയ്യാറായിരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ യൗവനം, നമ്മുടെ കുട്ടികൾ അധപതിച്ചു പോകുന്നുണ്ടെങ്കിൽ സമൂഹം അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ട കടമയുള്ളതല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട KTSM അധ്യാപകരെ, പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, നമ്മുടെ മക്കളെ പ്രബോധനം നൽകുക. വിവാഹപൂർവ്വ ബന്ധം പാപമാണെന്നുള്ള വ്യക്തമായ ബോധ്യം നൽകുക. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനും സ്ത്രീയും തന്നെ ആണെങ്കിൽ പോലും വിവാഹം കഴിയാതെ അവർ തമ്മിലുള്ള ഒരു ശാരീരിക ബന്ധം ഉണ്ടാകാൻ പാടില്ലെന്നുള്ള യഥാർത്ഥമായൊരു ബോധ്യം, അത് കർത്താവിൻ്റെ പ്രമാണമാണെന്നുള്ള വ്യക്തമായൊരു ബോധ്യം. പാപത്തിലേക്ക് പോകുന്നത് മാരകപാപമാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ഒരിക്കലേ വളരെ സങ്കടമായ സംഭവം. വിദേശത്തേക്ക് പോവുകയാണ് പയ്യൻ. കല്യാണം ഉറപ്പിച്ചു. വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേ ഒരു പക്ഷം വിവാഹം നടത്തി കൊടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് വിവാഹം കഴിയും. പക്ഷെ വിവാഹം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ പോകേണ്ടി വരും, അല്ലെങ്കിൽ വിവാഹത്തിനൊന്ന് പോകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കുടുംബം ഒന്നടങ്കം അവനും അവൾക്കും ലോഡ്ജിൽ മുറിയെടുത്ത് കൊടുത്തിരിക്കുക. 2 പേരുടെയും കുടുംബങ്ങൾ. വിവാഹത്തിന് മുമ്പ്, വിവാഹം കഴിഞ്ഞിട്ടില്ല, പള്ളിയിൽ വെച്ച് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് നിൽക്കാൻ സമയമില്ല, അവന് വിദേശത്തേക്ക് പോകണം. പിന്നെ വലിയൊരു കൊല്ലം കഴിഞ്ഞിട്ടാ കല്യാണം നടത്തും വേണം. അപ്പൊ അതിനു മുമ്പ് ഇവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബങ്ങൾ ചേർന്ന് ഇവർക്ക് മുറിയെടുത്തു കൊടുക്കുക. വിവാഹപൂർവ്വ ബന്ധം പാപമാണെന്ന് എന്തേ മറന്നു പോകുന്നത്? മറ്റൊരു സംഭവം, അവനും അവളും വിദേശത്താണ്. അവിടെ വെച്ച് ഇഷ്ടപ്പെട്ടു, അവർ ഒരുമിച്ച് താമസം തുടങ്ങി. ഇനി കല്യാണം കഴിക്കണ്ടേ? കല്യാണം നാട്ടിൽ 2 പേരും വരുന്ന സമയത്ത് അവിടെ വെച്ച്, നാട്ടിൽ വെച്ച് ആഘോഷമായി പള്ളിയിൽ വിവാഹം കഴിക്കാം. അപ്പൊ അത് 2 മാസം കഴിഞ്ഞിട്ടേ അവർ വരൂ, വിദേശത്തു നിന്ന് വരൂ. അപ്പൊ 2 പേരും വിദേശത്ത് വിവാഹത്തിന് മുമ്പ് അവർ ഒരുമിച്ച് താമസം തുടങ്ങി. ഇവർക്ക് മനസ്സിലാവുന്നില്ലേ വിവാഹപൂർവ്വ ബന്ധം പാപമാണെന്നുള്ള കാര്യം? എന്റെ ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ യുവാക്കൾ എന്തേ ഇന്ന് അതിനൊരു ശ്രദ്ധ വയ്ക്കാത്തത്? മാരക പാപമാണെന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാപത്തിൽ മുഴുകി ജീവിക്കുന്നത്? മുമ്പ് ചെയ്ത പാപത്തെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണോ യേശുക്രിസ്തു വിവാഹം എന്ന കുദാശ സ്ഥാപിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ, ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ മരിയ ഗോരേത്തി പറഞ്ഞില്ലേ? അലക്സാണ്ടറിനെ തടുത്തുകൊണ്ട് ശരീരത്തിൽ സ്പർശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മരണം സ്വീകരിച്ചില്ലേ? ആ ഒരു ബോധ്യം നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെടുത്തുന്നെങ്കിൽ എവിടെയൊക്കെയോ നമുക്ക് നമ്മുടെ ക്രൈസ്തവ സംസ്കാരം, ക്രൈസ്തവ പ്രബോധനം നമ്മുടെ തലമുറയ്ക്ക് കൈമാറുന്നതിൽ കൈമോശം വന്നു പോകുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകമായി എന്ത് പാപമായിക്കൊള്ളട്ടെ, എന്ത് പാപം ചെയ്ത വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു പക്ഷേ ഈ ഒരു പാപത്തിലേക്ക് വീണുപോയ വ്യക്തി ആയിക്കൊള്ളട്ടെ, മഗ്ദലന മറിയത്തെ വിശുദ്ധയാക്കിയ യേശുക്രിസ്തുവിന്റെ കാരുണ്യം കുംഭസാരത്തിലൂടെ പാപമോചനം നൽകും. പക്ഷേ മേലിൽ പാപം ചെയ്യരുത്, മേലിൽ ഈ പാപത്തിന് കൂട്ടു നിൽക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.